നമസ്കാരം. എന്താണ് ഈ കോലത്തിലെന്നല്ലേ? കുറേ നാളായി ഒന്ന് ഭക്തി മാർഗം പിടിക്കാമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം ഒടുവിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ശബരിമലയിൽ പോകാൻ പോവാണ്, മാല ഇടാൻ പോവാണ്. വിഷു ഒക്കെയാണ് വരുന്നത്. ഇതെവിടെയോ കുറേ നാളെ ഞാൻ ഇടാതെ കിടന്നൊരു ഷർട്ടും പിന്നെ അച്ഛൻ്റെ മുണ്ട് തേച്ച് മടക്കി വെച്ചിരുന്ന മുണ്ടാണ് അടിച്ച് മാറ്റി ഇതിട്ട് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് അടി കിട്ടുമെന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. മുമ്പായിട്ട് നമുക്ക് കുറച്ച് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാം. പുറത്തോട്ടിറങ്ങുമല്ലേ ഗൈസ്? ഒന്നാമത് വർക്കിനൊക്കെ പോയിട്ട് ഷൂട്ടിനൊക്കെ പോയിട്ട് വന്നിട്ട് സ്കിന്നൊക്കെ ഫുള്ള് കരിഞ്ഞിരിക്കുകയാണ്. അമ്മേ ഇപ്പോൾ വീണേനെ. ഇത് എൻ്റെ റൂമല്ല കേട്ടോ, ഞാനിവിടെ നിന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതാണ്. മുഖത്ത് കുറച്ച് പാടുണ്ട്, അത് പോകാനെ കൊണ്ട് ഒരു ക്രീമുണ്ട്. പഴട്ടിയാൽ പോകുന്ന പറഞ്ഞേ, കണ്ടറിയാം. വരാത്ത എന്താ, ക്രീമിൻ്റെ എല്ലാ അവസ്ഥ ഇതാ. നമ്മൾ ആദ്യം നിൽക്കുമ്പോൾ വരത്തില്ല, രണ്ടാമത് എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് വരും. എന്ത് ചെയ്യാനാ? കൂലോടടുത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. വരട്ടുന്നല്ലാതെ കുറയുന്നൊന്നുമില്ല. എന്നിട്ട് നമുക്ക് കുറച്ച് കണ്ടടാങ് അടുത്തായിട്ട് നമുക്ക് കുറച്ച് ക്രീം സൺസ്ക്രീൻ അടിക്കാം. അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് എന്തായാലും ജെല്ലൊന്നും ഉപയോഗിക്കുന്നില്ല, വാക്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. കുറച്ച് നാച്ചുറലായിട്ട് ക്രീം മാത്രം ഇട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഈവനിങ് ടൈമല്ലേ, വാക്സൊക്കെ ഉപയോഗിച്ചിട്ട് എന്തിനാ? രാവിലെ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇവിടുത്തെ എങ്ങനെ കാറിൽ കയറണം എന്നെനിക്കറിയത്തില്ല. എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കയറാം. മുണ്ടൊക്കെ എന്തെടുത്ത് നടക്കുന്നവരുടെ ഒരു കഷ്ടകാലമേ. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ, ഫ്യൂവൽ കുറവാണല്ലോ. വീട്ടിൽ 2 ഗസ്റ്റ് വന്നു, അവർ പോയി. നമ്മൾ വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഫ്യൂവല് ഭയങ്കര കുറവാണ്. എത്രയും പെട്ടെന്ന് ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ള സാമ്പത്തികം ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം അമ്പലത്തിൽ പോയിട്ട്. അപ്പം എൻ്റെ കാർ ഓട്ടോമാറ്റിക്കാണ്, റിവേഴ്സ് ഇടാം, പോകാം. വീട്ടിൽ നിന്ന് റിവേഴ്സ് എടുക്കുന്നതാണ് എനിക്ക് ഭയങ്കര കംഫർട്ട്. പക്ഷെ ഇതുപോലെ ഗേറ്റിലൊന്നും തട്ടാതെ നോക്കണം. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഏത് അമ്പലത്തിൽ പോകുന്നതാണ്. നമുക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള അമ്പലത്തിൽ തന്നെ പോകാം. വണ്ടി വരുന്നുണ്ടോ? ആരോ ഫോൺ അടിച്ച്, വേറെ ഏതോ വായി നോക്കിയോളാം. വണ്ടി റിവേഴ്സ് എടുത്തു, ഓട്ടോമാറ്റിക് ഗിയർ മാറ്റി. ഒരു ചേച്ചി ഞാനവിടെ വണ്ടി തിരിക്കുന്നുണ്ട്, അവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ ഇടിക്കത്തില്ല, പോരെ. എന്തായാലും ഓർത്തത് കാര്യമായി. വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, അവിടുന്ന് നമുക്ക് മാല മേടിക്കാം. മാലയില്ലാതെ അങ്ങനെ ഞാൻ ശബരിമല മാല ഇടാൻ പോവും. സിൽപ്പല്ലാത്തതുകൊണ്ടാണ് കരയുന്നത്. 3 ടൈപ്പ് മാല കണ്ടു. അതിനകത്ത് കണ്ട് ഈ ഒരു വെറൈറ്റിയാണ് മേടിച്ചിട്ടുണ്ട്. അതാ ആ കടയിൽ നിന്നാണ് ഞാൻ മാല മേടിച്ചത്, കാഞ്ഞിരപ്പള്ളിയിൽ സ്റ്റോർ. മാലയൊക്കെ മേടിച്ച് കഴിഞ്ഞു ഗൈസ്. തിരിച്ചു വരുമ്പോൾ അതാ ഇവിടെ ഒരു കടയുണ്ട്, ഒരു പഴയ കടയാണ്, ഒരമ്മയുടെയാണ്. അവിടെ നല്ല ഉഴുന്നോടെ കിട്ടും. നമുക്ക് അവിടെ നിന്ന് ഒരു ഉഴുന്നോടെ മേടിച്ച് കഴിക്കാം. വന്നത് നൂറിനാട് പടനിലത്തമ്പലത്തിലേക്കാണ്. ഇവിടുന്ന് മാലയിടാന്ന് വിചാരിച്ചു. അമ്പലം തുറന്നിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? യെസ്, കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അമ്പലം തുറന്നിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ അമ്പലത്തിൽ പോകേണ്ടി വരും. എന്തായാലും ദൈവം സഹായിച്ച അമ്പലം തുറന്നിട്ടുണ്ട്. അവിടെ എന്തോ വാഹന പൂജയൊക്കെ നടക്കുകയാണ്. ഒക്കെ ഫുള്ള് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താ ഗൈസ്, മാല ഇട്ടു, കണ്ടില്ലേ? അമ്പലത്തിനകത്തേക്ക് ഞാൻ ഫോണും കാര്യങ്ങളൊന്നും കൊണ്ടുപോയില്ല. ഇവിടെ നിന്ന് ഇനി ഇറങ്ങുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം. ഇവിടുന്ന് നേരെ ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട്. മീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് ആ ഷോപ്പിൽ പോയിട്ട് ഉഴുന്ന് വട കഴിക്കാം. ഞാൻ ഇനിയും ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റത്തില്ല, എനിക്ക് പറ്റിയും കിട്ടും. ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ കടയെത്തിയിട്ടുണ്ട്.